സുഹൃത്തുക്കളെ, ഒരു ബലിമൃഗത്തെ അറുക്കുക, അത് ഈ ബലി പെരുന്നാള്. അതിപ്പോ ആലോചിക്കേണ്ടതാണ്. നമ്മള് ദുല്ലജ്ജ് പിറന്നതിന് ശേഷം ആലോചിക്കേണ്ടതല്ല അതൊന്നും. അല്ലെങ്കിൽ ആ ദുല്ലജ്ജ് 8-നും 9-നും ആലോചിക്കേണ്ടത്. അത് മാസങ്ങൾക്ക് മുമ്പേ ഉരുവിനെ വാങ്ങി അതിനെ നമ്മൾ നോക്കി അങ്ങനെ അതിനെ അറുക്കണം എന്നാ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ എവിടെങ്കിലും പൈസ കൊടുത്ത് ഉണ്ടായിരിക്കലല്ല ശരിക്ക്. ഇതിന്റെ പിന്നിൽ സുഹൃത്തുക്കൾ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, നമ്മളോട് മക്കളെ അറുക്കാനെങ്ങാനും പറഞ്ഞിട്ടുണ്ട്, എന്തേക്കാര അവസ്ഥ? ഒറ്റ മനുഷ്യൻ ഇവിടെ ഇസ്ലാമിൽ ഉണ്ടാവില്ല, അല്ലേ? ഇബ്രാഹിം നബി, സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി മകനെ അറുക്കാനാ കൊണ്ടുപോയത്. ഇതൊരു നിസ്സാര കാര്യ. മകനെ അറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായപ്പോഴേക്ക് പോവുകയാണ്. മകനോട് ചോദിക്കുകയാണ്, യാ ബുനയ്യ, മോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നെ അറുക്കണമെന്ന്, എന്താ നിന്റെ അഭിപ്രായം? മകൻ പറയാണ്, ഇഫ് അൽ മാ തുമർ, പ്രിയ പിതാവ്, എന്താ കൽപ്പിക്കപ്പെടുക അത് ചെയ്യാം. ഒരു മാനസിക സങ്കോചവുമില്ലാതെ അദ്ദേഹം പുറപ്പെടുകയാണ് മകനെ കൊല്ലാൻ വേണ്ടിട്ട്, അറുക്കാൻ വേണ്ടിട്ട്. അപ്പോഴാ പടച്ചോനെ ഒരാടിനെ കൊടുക്കണ്, അല്ലേ? അതിന്റെ ഒരു അനുസ്മരണം എന്നുള്ള നിലക്കാണ് നമ്മളൊക്കെ എന്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങള് ഒരു മൃഗത്തെ നിങ്ങൾ അറുക്കണം. പലപ്പോഴും നമ്മൾ എന്താ കാണല്ലോ, ഇസ്ലാം അതിന് ചില അനുവദനീയങ്ങൾ തന്നിട്ടുണ്ട്. അതെന്താണ്? നമുക്കൊരു മാടിൽ 7 ആള് വരെ പങ്കാളിയാകാന്നാണ്. നമ്മൾ ആദ്യം നോക്കുക അതാണ്. ഇസ്ലാമിന്റെ ആദ്യം അതല്ല. ആദ്യം നിങ്ങൾക്ക് കഴിയെങ്കിൽ ഒരു മൃഗത്തെ അറുക്കുക, ഒരാളൊരു മൃഗത്തെ അറുക്കലാണ്, അല്ലെങ്കിൽ ഒരു ആടിനെ അറുക്കലാണ്, അല്ലെങ്കിൽ ഒരു മാടിൽ നിങ്ങൾ 7 ആള് വരെ പങ്കാളിയാകാന്നുള്ളൂ. അതൊരു അവസാനത്തെ ഒരു നമുക്ക് കിട്ടിയൊരു അനുവദനീയാണ്. അങ്ങനെ ചെയ്യാം. അങ്ങനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ബലി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിലൊരു ബലി ഉണ്ടാകണം എന്നാ. വലിയൊരുന്നാളല്ല. നമ്മളങ്ങനെ ഇതൊക്കെ വലിയൊരുന്നാളാണ്, വലിയ ബലി പെരുന്നാളാണ്. ബലി ഉണ്ടാകുമ്പോഴേ ബലി പെരുന്നാളാകുള്ളൂ. ഇതിപ്പോ എന്തിനാ ഈ അറിവ്? അള്ളാഹ് പറയാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ രക്തമോ അതിന്റെ മാംസമോ ആവശ്യമില്ല. അതൊന്നും പടച്ച റബ്ബിലേക്ക് എത്തുകയില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ആ തഖ്വയാണ്. പടച്ചോൻ കൽപ്പിച്ച നിങ്ങൾക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായോ എന്നുള്ളതാണ്. അതാണ് പടച്ചോൻ ആവശ്യം. അള്ളാഹ് കൽപ്പിച്ചപ്പോഴേ അത് ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ, എന്റെ പടച്ചോൻ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യണം. ആ ഒരു മനസ്സ്, അല്ല ഇതിന്റെ മാംസോ ഇതിന്റെ രക്തമോ ഇതൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കാണ്. നമ്മളെ മൊബൈൽ ഫോൺ 25,000-30,000 മിനിമം, 1 ലക്ഷം ഉള്ളവരൊക്കെ ഉണ്ട്. ഓന് 7 പങ്കാളിയാകുക. നിങ്ങൾ ആലോചിച്ചോക്കാം സുഹൃത്തുക്കളെ. നമുക്ക് അവിടെയൊക്കെ പിശാച് ഇടപെട്ട് പറയും, ഏയ് എങ്ങനെ ഇപ്പൊ അറുക്ക, അല്ലെ? ഇനിയിപ്പോ ഒരു അറുക്ക 7 ആളൊരു 10,000 റുപ്യ ചെലവാകുക കൂടിയാല്. അതുപോലും കഴിവുണ്ടായിട്ട് നടത്താത്ത മനുഷ്യന്മാരുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് അത് വാജിബാണെന്ന് പറഞ്ഞവരുണ്ട്, മുസ്തഹബാണ്, കണ്ടോ, സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്. നമ്മളെ കാഴ്ചപ്പാട് ഇത് ഹറാമാണ് എന്നാ ഇസ്ലാം പറഞ്ഞിരിക്കണെന്നാ തോന്നുക. ഏയ് എന്താ വെച്ചാൽ ചെയ്യേണ്ടതില്ലാന്ന്. അങ്ങനെയുള്ള ഭൂരിഭാഗം ആളും ഇപ്പൊ ഇവിടെ കൂടിയ ആൾക്കാരൊക്കെ നിങ്ങൾ ശരാശരി എടുത്തു നോക്കി, നമുക്കൊക്കെ സുഹൃത്തുക്കൾ ഒരു ഉരുവിനെ അറുക്കാൻ കഴിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പടച്ചോ നിയമത്ത് തന്നവരല്ലേ നമ്മള്. അതാ ഞാൻ സൂചിപ്പിച്ചത്, അരപ്പട്ടിണിയും മുഴുപ്പട്ടിയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വഫാത്തായപ്പോ വീട്ടിൽ കയറിയപ്പോ ഒന്നുമില്ല വീട്ടിലെ. തന്റെ പണയം വെച്ച് ലഭിക്കപ്പെട്ട കുറച്ച് ഗോതമ്പുമാവും ആ റൂമിന്റെ മൂലയിൽ തൂക്കിയ ഒരു തോൽപാത്രത്തിലെ വെള്ളവും കുറച്ച് കാരക്കയല്ലത് ആ വീട്ടിലൊന്നുമില്ല. സഹാബത്ത് ചോദിച്ചു പോയിന്നാ, നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിച്ചത്? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉലൂഹിയത്ത് അറുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കൂ സുഹൃത്തുക്കളെ. ഇപ്പോഴും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവൂല, ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവൂല, അല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ പടച്ചവനിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമർപ്പിക്കാനുള്ള ഒരു ഈമാൻ നമുക്ക് ഉണ്ടാകണം. അവസാനത്തെ ഒരു ചോയ്സെങ്കിലും തെരഞ്ഞെടുക്കാനുള്ള ഈമാൻ നമുക്ക് ഉണ്ടാകണം. അതെന്താ? ഒരു 7 ആളിലെങ്കിലും പങ്കാളി. 7 ആൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ. 7 ആളായിട്ടില്ല അങ്ങനെയൊന്നും നോക്കണ്ട. 3 ആളാണ് ഒരുക്കും വാങ്ങാം.
പക്ഷെ അത് ആടാകരുത്, മാടാകണം എന്നുള്ളൂ. ആടിനെ വാങ്ങിയിട്ട് അതിൽ 3-4 ആള് പങ്കാളിയാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതിനൊന്നും ഇപ്പൊ നമ്മളെ നാട്ടില് എനിക്കിപ്പോ അതൊന്നും വയ്യാറിഞ്ഞാല് സുഹൃത്തുക്കളെ, നമ്മളതിന് സൗകര്യം ഉണ്ടാക്കി നമ്മളാണ് ചെയ്യാൻ വേണ്ടതേ. പള്ളികളൊക്കെ അതിൽ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ളൂ.